ചോടുകയാണ്. ഓട്ടമെന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര ഓട്ടം തന്നെയാണ്. എമ്പുരാൻ ഉണ്ടാക്കിയ വിവാദങ്ങൾ ഒഴിയുന്നില്ല. കൊടുമ്പിരി കൊണ്ട് പോവുകയാണ്. അതായത് പൃഥ്വിരാജിന് അനധികൃതമായി പണം സമ്പാദനം ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്താനാണ് ഇഡിയുടെ നീക്കം. ആദായനികുതി വകുപ്പ് വെറുതെയല്ല നോട്ടീസ് അയച്ചത്. കൃത്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആദായനികുതി വകുപ്പ് രായപ്പൻ്റെ വീട്ടിലേക്ക് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29-നകം അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് നൽകണം എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. അതുമാത്രമല്ല, യോഗിയുടെ ബുൾഡോസർ എന്നാണ് മുംബൈയിലെ ഫ്ലാറ്റിലെത്തി ഇടിച്ച് നിരത്തുന്നത് എന്നും അറിയില്ല. 10-15 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത്ര ശതകോടീശ്വര പദവിയിലേക്ക് പൃഥ്വിരാജ് വളർന്നു വലുതായത് എന്നുള്ള വലിയ ചോദ്യം. നിർമ്മാതാവ്, കോ പ്രൊഡ്യൂസർ ഒക്കെയായി പൃഥ്വിരാജ് പണത്തിൻ്റെ മീതെ കിടന്ന് ഇങ്ങനെ അഹങ്കരിക്കുകയാണ്. ദേശവിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട്, ദേശവിരുദ്ധമായി സിനിമകൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള ലക്ഷ്യവുമായാണ് പൃഥ്വിരാജ് മുന്നോട്ട് പോകുന്നത്. ജനഗണമന, കടുവ തുടങ്ങിയ ഗോൾഡ് തുടങ്ങിയ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ആദായനികുതി വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ പൃഥ്വിരാജിൻ്റെ മുംബൈയിലെ ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ പണം എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ, ഏത് സിനിമയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ പണത്തിൽ നിന്ന് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റും സിനിമാ നിർമ്മാണവും ഒക്കെ പൃഥ്വിരാജിന് നടത്താൻ കഴിയുമോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. നമുക്കറിയാം, ഗോകുലം ഗോപാലിനെ ഇഡി 6 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിതരണം ഏറ്റെടുത്തത് ഗോകുലം മൂവീസാണ്. പിന്നീടാണ് ഗോകുലം ഗോപാലിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇഡി ഇറങ്ങിയിരിക്കുന്നത്. അതായത് പൃഥ്വിരാജിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിൽ കൃത്യമായ വിവരങ്ങൾ ഇഡി തേടുകയാണ് എന്നുള്ളതാണ്. നേരത്തെയും ഇത്തരത്തിൽ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു പൃഥ്വിരാജ്. ഇപ്പോൾ അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. എമ്പുരാൻ സിനിമയിൽ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കനക്കുന്നത്. അതായത് എന്തിനാണ് ആ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ പറഞ്ഞ് പഴകി മറന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യമാണ്. അതിനിടയിൽ എമ്പുരാൻ സിനിമയുടെ വിവാദം, എമ്പുരാൻ എന്ന സിനിമ വെറും എംബോക്കിത്തരം എന്നാണ് മുൻ DGP ആർ ശ്രീലേഖ IPS പറയുന്നത്. മോഹൻലാൽ ചിത്രം എമ്പുരാനെതിരെ രൂക്ഷ വിമർശനമാണ് മുൻ DGP ആർ ശ്രീലേഖ IPS പറയുന്നത്. എമ്പുരാൻ സിനിമ വെറും എംബോക്കിത്തരം എന്ന തലക്കെട്ടോടെ സ്വന്തം യൂട്യൂബ് ചാനൽ ശ്രീലേഖ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലാണ് ശ്രീലേഖ തൻ്റെ പ്രതികരണം അറിയിച്ചത്. ചിത്രം സമൂഹത്തിന് മോശം സന്ദേശമാണ് നൽകുന്നതെന്നും പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം യാദൃച്ഛികമായി വന്നതല്ല എന്നും പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്നും ശ്രീലേഖ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുദ്ദേശത്തിലാണ് തൻ്റെ പേരക്കുട്ടിയെ ഈ സിനിമ കാണാൻ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. BJP കേരളത്തിൽ വന്നാൽ വലിയ നാശം സംഭവിക്കുമെന്നും ആയുധ ഇടപാടുകളും സ്വർണ്ണക്കടത്തും കൊലയും ചെയ്യുന്ന അധോലോക നായകന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ എന്നുമാണ് സിനിമ പറയുന്നതെന്നും ശ്രീലേഖ പറയുന്നു. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പോടെ റിലീസ് ചെയ്ത സിനിമയാണ് എമ്പുരാൻ. താൻ ആ ചിത്രം കാണേണ്ട എന്ന് കരുതിയതാണ്. മാർക്കോ എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ പലരും പ്രതിഷേധിച്ചത് ആ സിനിമയിലെ വയലൻസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു. എന്നാൽ അത്രത്തോളം വയലൻസ് ഈ സിനിമയിലും ഉടനീളമുണ്ട്. എന്നിട്ടും ഇതിനെക്കുറിച്ച് ആരും കാര്യമായി പറയുന്നത് കേട്ടില്ല. കുറച്ചു നാളുകളായി സിനിമയിലെ നായകന്മാർ വലിയ വില്ലന്മാരും കൊലയാളികളും അധോലോക നായകന്മാരുമായി അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ സിനിമ എടുക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. മലയാള സിനിമയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നടന്മാരിൽ ഒരാളായിരുന്നു മോഹൻലാൽ. ഇത് പറയുവാൻ കാരണം എമ്പുരാൻ മാത്രമല്ല, അതിനു മുൻപിറങ്ങിയിട്ടുള്ള പല സിനിമകളും തനിക്ക് വലിയ നിരാശയാണ് മോഹൻലാൽ സമ്മാനിച്ചത്. എമ്പുരാൻ എഡിറ്റിംഗ് നടക്കുന്നതിന് മുൻപാണ് ഞാൻ സിനിമ കണ്ടത്. കയ്യും കാലും വെട്ടുന്നത്, തീയിൽ വെന്ത് മരിക്കുന്നത്, ആളുകൾ ബോംബ് പൊട്ടി ഛിന്ന ഭിന്നമായി മാറുന്നത്, ഗർഭിണിയെ റേപ്പ് ചെയ്യുന്നത്, കുട്ടികളെ അടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, എടുത്തെറിയുന്നത്, അങ്ങനെ വളരെ വലിയ വയലൻസ് ഉള്ള ഒരു സിനിമയാണിത്. ഈ സിനിമയിൽ ഉടനീളം പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. BJP വന്നാൽ നാട് കുട്ടിച്ചോറാകും, മതസൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇങ്ങനത്തെ ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെ മാറിക്കിടക്കുന്നതാണ് സേഫ്. അത് ഭാരതത്തിൻ്റെ ഭാഗമാക്കേണ്ട എന്നുള്ള തെറ്റായ ധാരണ
സിനിമ സമൂഹത്തിന് നൽകുന്നുണ്ട്. BJP പ്രവർത്തകർക്കും BJP വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കുമൊക്കെ ഒരു വലിയ ചാട്ടവാർ അടി പോലെയാണ് തോന്നിയതെന്നും ശ്രീലേഖ IPS പറയുന്നു.